ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കൂടി ചേരുകയാണ്. ശ്രീ റഫീഖ്, ഇപ്പോൾ ലാൻഡ് ബോർഡിൻ്റെ റിപ്പോർട്ട് കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. തോട്ടം ഭൂമിയാണ് ഈ മൊയ്തു ലീഗിന് വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 11.27 ഏക്കർ ഭൂമിയാണ് ഈ രീതിയിൽ വിൽപ്പന നടത്തിയത്. സെൻറ്റിന് ഏതാണ്ട് 20,000 രൂപ വിലയുള്ള ഭൂമി 1,20,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പിരിക്കുന്ന പൈസ. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ജോഷിൽ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും മോശം ഭൂമിയാണ് ഇത്തരത്തിൽ വീട് വെക്കാൻ വേണ്ടി വിൽപ്പന നടത്തിയിരിക്കുന്നത്. പുഴയുടെ തൊട്ടോരമാണ്, വെള്ളം കയറാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ് എന്നൊക്കെയാണ് അറിയുന്നത്. റഫീഖ്, അതെ, ഇവിടെ വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, മുസ്ലിം ലീഗ് ഈ പണം ശേഖരിച്ചത് ദുരന്തബാധിതർക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ആപ്പ് ഉൾപ്പെടെ തയ്യാറാക്കി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണമാണ്. മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും കമ്മിറ്റി ഓഫീസിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് എടുത്തതോ ആയിട്ടുള്ള പണമല്ല. പകരം ജനങ്ങളിൽ നിന്ന് ദുരന്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ചിട്ടുള്ള പണമാണ്. ആ പണമാണ് ഈ രൂപത്തിൽ തോട്ടഭൂമി ഉൾപ്പെടെ വാങ്ങി, അതും നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ 20,000-നും 15,000-നും ഒക്കെ അതിന്റെ പ്രദേശങ്ങളിൽ ഭൂമി ലഭിക്കും എന്നിരിക്കെ 1,20,000-നൊക്കെ മുകളിലുള്ള തുകയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരു സെന്റിൽ 1,00,000 രൂപയോളം അധികമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ എത്ര സെന്റ് അവിടെയുണ്ട്? ഏക്കർ കണക്കിന് ഭൂമിയാണല്ലോ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിലൂടെ വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. രണ്ട് പ്രശ്നം ഇതിൽ നിൽക്കുകയാണ്. തട്ടിപ്പ് നടത്തിയതും അതോടൊപ്പം ഏത് പണം ഉപയോഗിച്ചാണ് എന്നും കൂടെ പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം വെളിപ്പെടുന്നു. നേരത്തെ എല്ലാം ഇവർ പറഞ്ഞിരുന്നത് തോട്ടഭൂമി അല്ല എന്ന വാദമായിരുന്നല്ലോ. ഇപ്പോ കഴിഞ്ഞ 16-ാം തീയതി തോട്ടഭൂമി അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന കാര്യങ്ങളുമായി ഹാജരാകാൻ വേണ്ടി നേരത്തെ നോട്ടീസ് അവർക്ക് കൊടുത്തതാണ്, ഭൂമി ഉടമകൾക്ക് കൊടുത്തതാണ്. എന്നാൽ ഭൂമി ഉടമകൾ ആ തീയതിയിൽ ഹാജരാവുകയും തെളിവ് നൽകുകയും ചെയ്തിട്ടില്ല. നൽകാൻ കഴിയില്ല, കാരണം അത് തോട്ടഭൂമിയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. തോട്ടഭൂമിയാണ് അല്ല എന്ന് തെളിയിക്കുമെന്നായിരുന്നു ലീഗിന്റെ നേതൃത്വം പറഞ്ഞിരുന്നത്. പക്ഷേ 16-ാം തീയതി ഹാജരായില്ല. പിന്നീട് ഇപ്പോ കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ആണെങ്കിൽ വ്യക്തത വന്നിരിക്കുകയാണല്ലോ. അപ്പം ആ നിലയിൽ വരുമ്പോ ഇത് ജനങ്ങളെയാകെ വഞ്ചിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ദുരന്ത ബാധിതരുടെ പേരിലുള്ള വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ സ്ഥലം പോലും വാങ്ങിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ അവർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നു. എന്നാൽ ഇത്തരത്തിൽ ദുരന്ത ബാധിതരുടെ പേരിൽ പണം പിരിക്കുകയും തട്ടിപ്പ് നടത്തുകയും സ്ഥലം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന ശരിയായ കാര്യത്തെ മോശമാക്കി ചിത്രീകരിക്കുകയാണ്. അതാണ് വിരോധാഭാസം. ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വീട് നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക്, അതായത് മോഡൽ വീട് നിർമ്മാണം കഴിഞ്ഞു, അതിനുശേഷമുള്ള ബാക്കി ഇവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ തറയെടുക്കാൻ പോലും ലീഗിന് സാധിച്ചിട്ടില്ല. ഭൂമിയുടെ കാര്യത്തിൽ പോലും ലീഗിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കോൺഗ്രസ് ഭൂമി പോലും വാങ്ങിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പണത്തിന്റെ ഇടപാട് സംബന്ധിച്ച് പോലും വ്യക്തത വന്നിട്ടുമില്ല. അപ്പൊ ഇതാണൊരു സ്ഥിതി. ദുരന്ത ബാധിതരുടെ പേരിൽ പോലും ഈ നിലയിൽ തട്ടിപ്പ് നടത്താൻ ഈ UDF-ലെ പാർട്ടികൾ, ഇവർക്ക് വലതുപക്ഷ പാർട്ടികളെന്ന് ഇവർക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? എങ്ങനെയാണ് മനുഷ്യപ്പറ്റുള്ള ആളുകൾക്ക് ഈ നിലയിൽ പെരുമാറാൻ കഴിയുമോ? കഴിയില്ല. അപ്പൊ ആ നിലയിൽ വലിയ രൂപത്തിൽ പൊതുസമൂഹത്തോട് ഉൾപ്പെടെ മറുപടി പറയേണ്ട വിഷയമാണിത്. മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ വഞ്ചനാപരമായ നിലപാട് കൂടിയാണ്. കാരണം അവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൽ താമസിക്കാൻ ആദ്യം 402 പേരുടെ ലിസ്റ്റ് പുറത്തു വന്നു. അതിനുശേഷം ഇപ്പൊ 49 പേരുടെയും വന്നു. അങ്ങനെ 402 പേരുടെ ലിസ്റ്റ് വന്നപ്പോ അതിൽ ഗവൺമെന്റ് വെച്ച ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ കൈപ്പറ്റിക്കൊണ്ട് ചിലർ അവിടെ ടൗൺഷിപ്പിൽ വീട് വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയല്ലോ. 105 കുടുംബം പോയി. അതിൽ ചിലർ ഈ ലീഗിന്റെ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള വാഗ്ദാനം കൂടെ കണ്ടുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അവർക്കിപ്പോ ഓഗസ്റ്റ് മാസം കഴിയുന്നതോടുകൂടി അവർക്കിപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ 15 ലക്ഷം രൂപ കൈപ്പറ്റി പോയിട്ടുള്ളവർക്ക് ഓഗസ്റ്റ് മാസം കൂടിയാണ് വാടക ലഭിക്കുക. കാരണം ലീഗിന്റെ വീട് നിർമ്മാണം ആ ഘട്ടത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ കഴിയില്ലല്ലോ. അങ്ങനെ വരുമ്പോ ലീഗിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു പോയവർ കൂടിയാണ് ഇപ്പോ ദുരന്തബാധിതർ കൂടിയാണ്
വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ആ രൂപത്തിൽ നാനാമുഖത്തിലുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഈ കാര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോട് പ്രതികരിക്കാൻ തയ്യാറാവണം. ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ റഫീഖ്, ഏതാണ്ട് 11.27 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ ലീഗ് ഈ ആവശ്യത്തിനായി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് യഥാർത്ഥ വിലയും ഇവർ കാണിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ വിലയും തമ്മിൽ വരുന്നത്. അപ്പോൾ എത്രമാത്രം ഒരു സെന്റിൽ അപ്പോൾ എത്ര വലിയ ഒരു വെട്ടിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു സംശയം, ഈ തോട്ടഭൂമിയിൽ വീട് വെക്കാൻ നിയമപ്രകാരം സാധ്യമാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമവശം? അതെ, അതായത് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോ അവരുടെ വാദത്തിന് വേണ്ടി അവർ പറഞ്ഞ കാര്യം, ഇത് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ നിലയിൽ തടയുകയാണ് എന്നാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനായാലും അല്ലെങ്കിൽ ഈ വയനാട്ടുകാരായ ആർക്കായാലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നിയമം പ്രകാരം എല്ലാവർക്കും അറിയുന്നതാണ്, തോട്ടഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. ഈ ഒരു വക്കീലിൽ നിന്നാണല്ലോ ഇവിടെ നിങ്ങൾ നേരത്തെ പരാമർശിക്കപ്പെട്ട ഒരു വക്കീലിൽ നിന്നാണ് കുറച്ചധികം സ്ഥലം വാങ്ങിയത്. നിയമം അറിയാത്ത ആളല്ലല്ലോ, അല്ലെങ്കിൽ ആർക്കും അറിയാത്തതല്ലല്ലോ. തോട്ടഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമാനുസൃതമായി നടത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ഭൂമി തോട്ടഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പാടില്ലാത്തൊരു സ്ഥലം വാങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവർ ലക്ഷ്യം എന്താ? വീട് നിർമ്മിച്ചു കൊടുക്കലാണോ? വീട് നിർമ്മിച്ചു കൊടുക്കലല്ല. ഒരു തോട്ടഭൂമിക്ക് പ്രത്യേകിച്ച് ആ പ്രദേശത്ത് ഇത്രയും പണം ഒരു കാരണവശാലും കിട്ടില്ല. അപ്പൊ ഇത് കച്ചവടം എന്നൊരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് നടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, അവിടെ അതിന് തൊട്ടപ്പുറത്തെ സ്ഥലങ്ങൾ 15,000 മുതൽ 20,000 വരെയുള്ള തുകയ്ക്ക് വിറ്റുപോകുമ്പോൾ തോട്ടഭൂമി പോയിട്ട് വാങ്ങിയിരിക്കുകയാണ് 1.25 ലക്ഷം രൂപയ്ക്ക്. അപ്പം ഇത് യഥാർത്ഥത്തിൽ വലിയ രൂപത്തിലുള്ള പണമിടപാടിന് വേണ്ടിയുള്ള, തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ കണ്ടത്. വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ തോട്ടഭൂമിയിൽ വീട് നിർമ്മിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നിയമാനുസൃതമായി മറ്റു തോട്ടഭൂമിയാണെങ്കിൽ അതിന്റെ ഇത്തരം ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നിയമപരമായി ഗവൺമെന്റ് സമീപിച്ച് എക്സംപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് നോക്കേണ്ടതാണ്. അങ്ങനെ ലഭ്യമാക്കി ഗവൺമെന്റിന് മുമ്പിൽ അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഗവൺമെന്റ് പരിഗണിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ പരിഗണിക്കുമ്പോഴുള്ള പ്രശ്നം, ഇത് അങ്ങനെ പരിഗണിക്കേണ്ടി വരും, ദുരന്തബാധിതരുടെ പേരിലായതുകൊണ്ട് അങ്ങനെ പരിഗണിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഇടപാട് നടത്തിയിരിക്കുന്നത്. അതുകൂടെ ഇതിന്റെ ഭാഗമായി കാണണം. വളരെ ഗൗരവമായ വിഷയമാണ് ഇത് ബോധപൂർവം തോട്ടഭൂമി വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, പകരം ഈ പറഞ്ഞ തോട്ടഭൂമി വാങ്ങി വലിയ സാമ്പത്തിക ഇടപാട് നടത്തുക, അതിലൂടെ ലക്ഷങ്ങൾ കൈപ്പറ്റുക, എന്നിട്ട് ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ദുരന്തബാധിത കാര്യമാകുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് വലിയ രൂപത്തിൽ അതിനെ പരിഹരിക്കണമെന്ന നിലയിൽ മാത്രമല്ലേ ഗവൺമെന്റ് സമീപിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ സമീപിക്കാൻ കഴിയുക. അതിന്റെ മറ്റ് സാങ്കേതിക വശങ്ങൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ സമീപിച്ച് ഓരോ തീരുമാനമെടുത്താൽ എന്തായി, ഈ തോട്ടഭൂമി ഇത്ര വലിയ പണത്തിന് വാങ്ങി അവർക്ക് ആ പണം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്ന നിലയുണ്ടാവും. അത് വളരെ ഗൗരവമായ വിഷയമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 105 പേർ പുറത്തു പോയതിൽ കുറച്ചു വീടെങ്കിലും ലീഗ് പറഞ്ഞ വീടുകളാണ്. ആ കണ്ടുകൊണ്ട് അവരും ഇപ്പോൾ ആശങ്കയിലായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നാനാമുഖത്തിലുള്ള പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. തോട്ടഭൂമിയിൽ വീട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നത് ഇപ്പോഴത്തെ നിയമമല്ല, നേരത്തെ മുതലുള്ള നിയമമാണ്. ഈ ഭൂമി വാങ്ങിയതിന് ശേഷമുള്ള നിയമമല്ല, നേരത്തെയുള്ള നിയമമാണ്. ഈ നിയമം അറിയാത്തവരല്ലേ ഇവർ, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം വാങ്ങിയതാണ്. ഇതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. നന്ദി റഫീഖ് പ്രതികരിച്ചതിന്.